നമ്മൾ വലിയ കമ്പനികൾ ചെറിയ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത് ഒരു ട്രെൻഡ് അല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർലി ഡേവിഡ്സൺ, BMW, പിന്നെ ട്രയംഫ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്മോളർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, കുറച്ചും കൂടി ഒരു എഫിഷ്യന്റ് ആയിട്ട് വന്ന ഒരു ബ്രാൻഡാണ് ട്രയംഫ് എന്ന് പറയുന്നത്. ഇനി T4 എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡ് 400ന്റെ അഫോർഡബിൾ ആയിട്ടുള്ള വേരിയന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറ ചേഞ്ചസ് എല്ലാം അവർ വരുത്തിയിരിക്കുന്നത്. കണ്ടമാനം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞാനൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ റേഡിയൽ ആയിട്ട് ടയർ അല്ല, പവർ ആൻഡ് ടോർക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് പെക്ക് എന്ന് പറയുന്നത് സ്റ്റീലാണ്, ലിവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീലാണ്. സസ്പെൻഷൻ ഡിഫറൻസ് ഉണ്ട്, നമുക്കറിയാം. UST സസ്പെൻഷൻ അല്ല വരുന്നത്, നോർമലി ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. റിയർ സസ്പെൻഷനിലും ചേഞ്ച് ഉണ്ട്. ഇലക്ട്രോണിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, പിന്നെ റേറ്റ് ബൈ വയർ വരുന്നില്ല. ഹാൻഡിൽ ബാർ അലുമിനിയം ആയിട്ടുള്ള ഹാൻഡിൽ ബാർ അല്ല. എയർ ബോക്സ് ചെറുതാണ്. ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറിയൊരു ത്രോട്ടിൽ ബോഡിയാണ്. ഓർഗാനിക് പാഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യാം ഷാഫ്റ്റിൽ ചേഞ്ച് ഉണ്ട്. പിന്നെ ആക്സിയൽ കാലിപ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇമ്മൊബിലൈസർ വരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ചീപ്പർ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ട്രയംഫിനെ അപേക്ഷിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, ഇത്രയും അധികം വെട്ടിച്ചുരുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി പ്രൈസിംഗിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിംഗ് വെച്ചിട്ട് സ്പീഡ് 400നും അതുപോലെ തന്നെ ട്രയംഫിന്റെ T4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിന്റെയും പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും 40,000 രൂപ മാത്രമാണ്. T4 എന്ന് പറയുന്ന മോഡൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2.17 lakh rupees ആയിരുന്നു.